പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുരാണ കഥയാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. നാം എല്ലാവരും കേട്ട് പരിചയിച്ച ഒരു ചൊല്ലാണിത്. ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. കൗരവന്മാരോട് കള്ളച്ചൂതിൽ തോറ്റ പാണ്ഡവന്മാർക്ക് ശിക്ഷയായി 1 വർഷം അജ്ഞാതവാസം അനുഭവിക്കണമായിരുന്നു. അതിനായി പഞ്ചപാണ്ഡവന്മാരും അവരുടെ ഭാര്യയായ പാഞ്ചാലിയും വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ വേഷം മാറി താമസിക്കുകയുണ്ടായി. അങ്ങനെ 10 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പാഞ്ചാലിക്ക് ഒരു പ്രശ്നമുണ്ടായി. കീചകൻ എന്ന ഒരു ദുഷ്ടൻ വിരാട രാജാവിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. രാജാവിന്റെ ഭാര്യയായ സുദേഷ്ണയുടെ സഹോദരനാണ് അയാൾ. അയാൾക്ക് പാഞ്ചാലിയെ ഭാര്യയായി കിട്ടണമെന്ന് മോഹമുണ്ടായി. അയാൾ പലതവണ പാഞ്ചാലിയെ സമീപിച്ചു. പാഞ്ചാലി ഒരു തരത്തിലും തന്നോട് ഇണങ്ങുന്നില്ല എന്ന് കണ്ട് കീചകൻ സുദേഷ്ണയെ വിളിച്ച് തന്റെ ആഗ്രഹം പറഞ്ഞു. സുദേഷ്ണയുടെ ദാസിയായിട്ടാണ് മാലിനി എന്ന പേരിൽ പാഞ്ചാലി അവിടെ താമസിച്ചിരുന്നത്. അതിനാൽ സുദേഷ്ണയുടെ ആജ്ഞ പാഞ്ചാലിക്ക് അനുസരിക്കുകയേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. പാഞ്ചാലിയെ ഒരു ദിവസം കീചകന്റെ അടുത്തേക്ക് എന്തോ കാര്യത്തിന് സുദേഷ്ണ പറഞ്ഞുവിട്ടു. മനസ്സില്ലാ മനസ്സോടെ പാഞ്ചാലി കീചകന്റെ അടുത്തെത്തി. അയാൾ പാഞ്ചാലിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ കുറെ പാടുപെട്ടു. രക്ഷപ്പെടുന്നതിന് മുമ്പ് കീചകൻ പാഞ്ചാലിയെ മുടിയിൽ പിടിച്ചു വലിച്ച് തട്ടിയിടുകയും ചെയ്തു. പാഞ്ചാലി അവിടെ നിന്ന് രഹസ്യമായി ഓടിച്ചെന്ന് ഭീമനോട് കീചകന്റെ ഉപദ്രവങ്ങളെ പറ്റി പറഞ്ഞു. ഭീമസേനൻ കീചകന്റെ ദുഷ്കൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അയാൾ പാഞ്ചാലിയോട് പറഞ്ഞു, അടുത്ത രാത്രിയിൽ കീചകനെ നൃത്തശാലയിലേക്ക് നീ ക്ഷണിക്കണം. നീ അവിടെ ആരും കാണാതെ കട്ടിൽ കിടക്കുന്നുണ്ടാകും എന്ന് പറയണം. പിന്നെ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. പാഞ്ചാലി കീചകനെ ചെന്ന് കണ്ട് നൃത്തശാലയിലെ ഇരുട്ടറയിലെ കട്ടിലേക്ക് ക്ഷണിച്ചു. അയാൾക്ക് സന്തോഷമായി. കീചകൻ കുളിച്ച് സുന്ദരനാകാൻ വേണ്ട ചമയങ്ങളൊക്കെ അണിഞ്ഞ് പാഞ്ചാലിയെ സമീപിക്കാൻ തയ്യാറെടുത്ത് രാത്രിയാകാൻ കാത്തിരുന്നു. രാത്രിയായപ്പോൾ ഭീമസേനൻ ഒരു പെൺവേഷം ധരിച്ച് പാഞ്ചാലി പറഞ്ഞുറപ്പിച്ച കട്ടിൽ കയറിക്കിടന്നു. കീചകൻ അവിടെ എത്തി. പാഞ്ചാലിയുടെ ചേലയിൽ പൊതിഞ്ഞു കിടന്നിരുന്ന ഭീമസേനനെ ആലിംഗനം ചെയ്തു. ഉടനെ ശക്തനായ ഭീമസേനൻ കീചകന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് കീചകനെ ശ്വാസം മുട്ടിച്ചു. ആ പാവം പിടഞ്ഞു പിടഞ്ഞ് ഭീമന്റെ ഇരുമ്പ് മുഷ്ടികളിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ കീചകന്റെ ശവം കണ്ട വിരാട രാജധാനിയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. ആർക്കും കീചകനെ ആരാണ് കൊന്നതെന്ന് പിടികിട്ടിയതേയില്ല. പക്ഷേ വിവരമറിഞ്ഞപ്പോൾ ഭീമസേനന്റെ അതുല്യ ശക്തിയെപ്പറ്റി അറിയാവുന്ന കൗരവർ പറഞ്ഞു, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഇതാണ് നാം പഴഞ്ചൊല്ലായി ഇപ്പോഴും പാഠ്യപുസ്തകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.